നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കില്ലെന്നറിഞ്ഞതോടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുകയാണ്. സീറ്റ് കിട്ടാതായതോടെ കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതും കെ.സി. വേണുഗോപാൽ വിളിച്ച് സീറ്റ് ഉറപ്പിച്ച് നൽകിയതുമാണ് കോൺഗ്രസിനകത്തെ ചരടുവലികളിലെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത. കെ.എസ്.യുവിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നായിരുന്നു അലോഷ്യസ് സേവ്യറിന്റെ പരാതി. സീറ്റ് ഉറപ്പ് നൽകിയതോടെ രാജി പിൻവലിക്കാമെന്ന് അലോഷ്യസും ഉറപ്പ് നൽകി. ഇതുകൂടാതെ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയും കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസും സീറ്റിന്റെ കാര്യത്തിൽ നിരാശയിൽ തന്നെയാണ്. പോസ്റ്ററുകൾ അടിച്ച് പ്രചാരണം ആരംഭിക്കാനിരിക്കുകയായിരുന്നു ദീപ്തി മേരി വർഗീസ്. പെരുമ്പാവൂരിൽ ഒരു കൂട്ടം പ്രവർത്തകർ തന്നെ എൽദോസിനായി രംഗത്ത് വന്നിട്ടുണ്ട്. പാലക്കാട് DCC ജനറൽ സെക്രട്ടറി കെ.സി. പ്രീത് രാജിവെച്ചതും സീറ്റ് കിട്ടാതായതോടെയാണ്. സീറ്റിനായുള്ള മുറവിളികളും രാജ്യഭീഷണികളും കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണോ? കാണാം RTX. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് കെ.എസ്.യു സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അലോഷ്യസ് സേവ്യർ രാജിവെച്ചത്. പൂഞ്ഞാറിലും ഇടുക്കിയിലും അലോഷ്യസിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും പ്രാദേശികമായ എതിർപ്പിനെ തുടർന്ന് ഒഴിവാക്കുകയായിരുന്നു. NSU ദേശീയ അധ്യക്ഷന് നൽകിയ രാജിക്കത്തിൽ കെ.എസ്.യു ഭാരവാഹികളെ പരിഗണിച്ചില്ലെന്നും അർഹമായ പരിഗണന നൽകിയില്ലെന്നുമാണ് രാജിവെക്കാനുള്ള കാരണമായി പറയുന്നത്. എന്നാൽ കെ.സി. വേണുഗോപാൽ നേരിട്ട് വിളിച്ച് സീറ്റ് ഉറപ്പ് നൽകിയതോടെ രാജിക്കത്ത് പിൻവലിക്കുകയായിരുന്നു. പിന്നാലെ പുറത്തുവന്ന വാർത്തകളെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞുള്ള അലോഷ്യസ് സേവ്യറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ അവഗണിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുകയാണ്. സീറ്റ് നൽകാതെ അവഗണിച്ചുവെന്ന പരാതിയിൽ പാലക്കാട്ടെ DCC ജനറൽ സെക്രട്ടറി കെ.സി. പ്രീത് രാജിവെച്ചു. നെന്മാറയിൽ നിന്ന് സീറ്റ് നൽകാമെന്ന വാഗ്ദാനം അവസാന നിമിഷം മാറ്റിയെന്നാണ് കെ.സി. പ്രീതിന്റെ വാദം. അതേസമയം വൈപ്പിനിലും ടോണി ചെമ്മണിക്കെതിരെ ടിറ്റു ആന്റണി രംഗത്തെത്തി. സ്ഥാനാർത്ഥി നിർണയത്തിൽ കഴിവല്ല മാനദണ്ഡമെന്നും നേതൃത്വത്തോട് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ 916 ലത്തീൻ അല്ല എന്ന മറുപടിയാണ് കിട്ടിയതെന്നും ടിറ്റു ആന്റണി പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ടിറ്റു ആന്റണി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. RTX ന്യൂസ് മലയാളം. ഇതിനിടെ പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയാണ് എൽദോസ് കുന്നപ്പള്ളി. താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെന്നും സ്ഥാനത്തേക്കാൾ വലുത് തനിക്ക് മാനമാണെന്നും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. പെരുമ്പാവൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും പാർട്ടി തന്നെ തഴയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു. സീറ്റ് തരുന്നതിൽ ആരാണ് തടസ്സം നിൽക്കുന്നതെന്ന് അറിയില്ലെന്നും കെ.സി. വേണുഗോപാൽ അനുഗ്രഹിച്ചാണ് വിട്ടതെന്നും എൽദോസ് കുന്നപ്പള്ളി കൂട്ടിച്ചേർത്തു. എനിക്കിപ്പോൾ എൻ്റെ തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എനിക്ക് സീറ്റ് നൽകണം. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി, പക്ഷെ വലിയ ലീഡിൽ ഞാൻ ജയിക്കും. പെരുമ്പാവൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീഡിൽ എനിക്ക് ജയിക്കാൻ പറ്റും. എൻ്റെ പ്രസ്ഥാനം എന്നെ കൈവിടാതിരുന്ന എൻ്റെ നേതാക്കന്മാരിൽ എനിക്ക് വിശ്വാസമുണ്ട്. ബഹുമാനായ ശ്രീ കെ.സി. വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വളരെ വാത്സല്യത്തോടുകൂടി എന്നോട് വളരെയധികം സമയം തിരക്കുണ്ടായിട്ട് ഇരുന്ന് സംസാരിക്കുകയും എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം അവിടുന്ന് വിട്ടത്. ഷിയാസിന്റെ ഒരുപാട് ഫ്ലെക്സ് കൊച്ചിയിലുണ്ടെന്നും സ്വാഗതം ചെയ്ത ഒരു ഫ്ലെക്സ് കൂടി വന്നു എന്നേ ഉള്ളൂ എന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. ഒരുങ്ങണം എന്ന നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നതിനാണ് തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചതെന്നും ദീപ്തി മേരി വർഗീസ് വ്യക്തമാക്കി. അവിടുന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഫ്ലെക്സ് ബോർഡ് സ്വാഗതം എന്നുള്ള ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നുള്ളത് അതൊരു വലിയ കാര്യമല്ല. അദ്ദേഹം DCC പ്രസിഡന്റും കൂടിയാണ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ധാരാളമുള്ള സ്ഥലമാണ് കൊച്ചി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഫ്ലെക്സ് എക്സ്ട്രാ വെച്ചു എന്ന് വെച്ചിട്ട് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ദീപ്തി മേരി വർഗീസ് പോസ്റ്റർ അടിച്ച സംഭവത്തിൽ പ്രതികരിച്ച ഹൈബി ഈഡൻ MP പോസ്റ്റർ അടിക്കാൻ ചുമതലയിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ലെന്നും പോസ്റ്റർ അടിച്ചവരോട് തന്നെ ചോദിക്കണമെന്നും ഹൈബി. സിറ്റിംഗ് MLA മാർ പോലും പോസ്റ്റർ അടിച്ചിട്ടില്ലെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ശേഷം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടും. ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി പേര് പൂർത്തീകരിക്കുമ്പോൾ ആ പട്ടിക പ്രിന്റഡായി, നിങ്ങൾക്ക് 55 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചല്ലോ, ആ ആളുകളാണ് റോഡ് ഷോ നടത്തിയതും ആ ആളുകളാണ് പോസ്റ്റർ അടിച്ചതും ആ ആളുകളാണ് ചുവരെഴുത്തിയതും. അല്ല, അത് നിങ്ങൾ അടിച്ച ആൾക്കാരോട് ചോദിക്കാം. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് പ്രാദേശിക പ്രവർത്തകർ രംഗത്തെത്തി. പെരുമ്പാവൂര് കുന്നപ്പള്ളിക്കൊപ്പം ഇന്ന് ബാനർ ഉയർത്തിയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം. ആ ദൃശ്യങ്ങൾ കാണാം. സ്ഥാനാർത്ഥി പട്ടികയിൽ ജോസഫ് വാഴക്കനും കടുത്ത അതൃപ്തിയുണ്ട്. സീറ്റ് നിഷേധിച്ചാൽ വിമതനായി മത്സരരംഗത്ത് ഇറങ്ങിയേക്കും.
രാജിവെച്ചാണ് പ്രതിഷേധത്തിനുള്ള സൂചനകളൊക്കെയാണ് നൽകുന്നത്. സീറ്റ് നൽകാതെ അവഗണിച്ചുവെന്ന് ആരോപിച്ച പാലക്കാട് DCC ജനറൽ സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. മുൻ MLA KA ചന്ദ്രനും മകനും ചിറ്റൂർ മുനിസിപ്പാലിറ്റി കോൺഗ്രസിന്റെ മുൻ കൗൺസിലറുമായിരുന്ന KC പ്രീതാണ് രാജിവെച്ചത്. നെന്മാറ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയെന്ന വിഭാഗീയതയുടെ ഭാഗമായാണ് സീറ്റ് അവഗണിച്ചതെന്നും ആരോപണമുണ്ട്. പെരുമ്പാവൂർ കുറുപ്പമടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PS രാജൻ രാജിവെച്ച് BJPയിൽ ചേർന്നു. കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് നേതാക്കളുടെ ഗ്രൂപ്പുകളെ മാത്രമാണെന്നും ഇനിയും കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും PS രാജൻ പറഞ്ഞു. കോൺഗ്രസിനെ വെട്ടിലാക്കി പാറശാലയിൽ മുൻ MLA AT ജോർജ് വിമത സ്ഥാനാർത്ഥി ആയേക്കുമെന്നാണ് വിവരം. സ്ഥാനാർത്ഥി മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള നെയ്യാറ്റിൻകര സനലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം. പുനലൂർ മണ്ഡലം ലീഗിന് നൽകുന്നതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം DCC ട്രഷററും UDF പുനലൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ നെൽസൺ സെബാസ്റ്റ്യനാണ് അവിടെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വിവാദത്തിൽ അതൃപ്തിയും അമർഷവും ലീഗ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നതും പുറത്തുവരുന്ന വിവാദങ്ങളും മുന്നണിക്ക് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പും നൽകുന്നു. തനിഷേ, രണ്ടാം പട്ടിക വന്നില്ല. ഒന്നാം പട്ടികയിലെ പൊട്ടിത്തെറികളുടെ നീണ്ട ലിസ്റ്റാണ് നമ്മൾ കണ്ടത്. എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ശ്യാമല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതിനകത്ത് നിശ്ചയമായിട്ടും ഞാൻ വിചാരിക്കുന്ന, ഉറപ്പായിട്ടും നടക്കും എന്ന് കരുതുന്ന ഒരു കാര്യം, കെ സുധാകരനെ പോലെയല്ല. സീറ്റ് കൊടുത്തില്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് വിമതനായിട്ട് മത്സരിക്കും. അദ്ദേഹം കോൺഗ്രസിനെ കുറ്റം പറയാനും സാധ്യതയില്ല. ഒന്നും പറയാതെ അദ്ദേഹം അവിടെ മത്സര രംഗത്തുണ്ടാകും സീറ്റ് കൊടുത്തില്ലെങ്കിൽ എന്ന് വിചാരിക്കുന്നയാളാണ്. ഒന്ന്, അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് ഇതിനെ കാണുന്നത്. രണ്ട്, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ തെളിയിക്കാറുണ്ട് ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് മാറിയാൽ പിക്ചറിന് ഔട്ടായി പോകും എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹത്തിന് അവിടെ ഗ്രൗണ്ടിൽ നല്ല പിടിപാടുണ്ട് എന്ന് വേണം മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഒരു പ്രകടനം നടത്താൻ കെ സുധാകരനെ പോലെയല്ല, അദ്ദേഹത്തിന് എത്രയോ ദീർഘകാലത്തെ കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടിച്ചു നിന്നതിൻ്റെ പാരമ്പര്യം ഉണ്ടെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി താരതമ്യേന ചെറുപ്പക്കാരനായുള്ള ആളാണല്ലോ. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് അവിടെ പ്രകടനം 10 ആൾ നടത്തിയല്ലോ. അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് ലിസ്റ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ പേരില്ലെങ്കിൽ പെരുമ്പാവൂരിൽ അദ്ദേഹം മത്സരിക്കും എന്ന് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കണം. അത് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു എന്ന നിലക്ക് മാത്രമായിട്ട് കാണണ്ട. അതായത് എന്താണ്, പിന്നെ ഒഴിവാക്കിയ കല്ല് മൂലക്കല്ലാവും എന്നാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാവെന്ന് വെച്ചാൽ, അതായത് നമുക്ക് പണിക്ക് ആവശ്യമില്ല എന്ന് കണ്ട് ഒരു കെട്ടിടം പണിയുമ്പോൾ, വീടെടുക്കുമ്പോൾ പണിക്ക് ആവശ്യമില്ല എന്ന് കണ്ടിട്ട് മാറ്റി വെക്കുന്ന മോശം കല്ല് ആയിരിക്കും ഏറ്റവും നിർണായകമായ സ്ഥലത്തെ. അതില്ലെങ്കിൽ പറ്റില്ല എന്ന മട്ടിലേക്ക് ആ കല്ല് ആവശ്യം വരും എന്നതാണ് ആ പറഞ്ഞ കാര്യത്തിനർത്ഥം. നമുക്കറിയാം അത് വസ്തുതയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതായത് എല്ലാ കല്ലും മൂലക്കല്ലായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. എല്ലാ കല്ലിനും, ഏറ്റവും ചെറിയ കല്ലിന് പോലും പ്രസക്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം ഇത് 2 തവണ ഭരിച്ച പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് 3-ാം തവണയെങ്കിലും അധികാരത്തിലേക്ക് വരണം എന്ന ദൃഢനിശ്ചയത്തോടെ ഇത് ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് ഓരോ സിംഗിൾ ആളുകളും, സ്ഥാനാർത്ഥികളെന്നല്ല, ഓരോ ഏറ്റവും ഒടുവിലത്തെ പ്രവർത്തകരും അണിയും പോലും പ്രധാനമായിരിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് ആളുകളുടെ അത്തരത്തിലുള്ള വിമത മത്സരമൊക്കെ വളരെ പ്രധാനപ്പെട്ടവും സമ്പൂർണ്ണമായിട്ടും മാറും. അതുകൊണ്ട് എല്ലാ കല്ലും മൂലക്കല്ലാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിതെന്ന് പറയാനുള്ളൊരു കാരണങ്ങളിൽ ഒന്ന് നമ്മൾ നോക്കേണ്ടത്, 2001 തെരഞ്ഞെടുപ്പിൽ UDFന് 99 സീറ്റ് ഉണ്ടായിരുന്നു, LDFന് 40 സീറ്റാണ് ആണല്ലോ. 2006 LDF ജയിച്ചു, 98 സീറ്റ്, UDFന് 42 സീറ്റ്. ശ്രദ്ധിക്കണം, 2006. 2011 UDFന് 72 സീറ്റ്, LDFന് 68 സീറ്റ്. എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നത്. 2016 ഒന്നാം പിണറായി സർക്കാരിന് LDFന് 91 സീറ്റ്, UDFന് 47, NDA 1 രാജഗോപാൽ. 2021 LDFന് 99, UDFന് 41. നമ്മളിത് 4 കൊല്ലത്തെ അല്ലെങ്കിൽ 4 ടേമിലെ എന്ന് വെച്ചാൽ 20 വർഷത്തെ കേരള രാഷ്ട്രീയം ഈ നമ്പറുകളിലൂടെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? 2001 15 വർഷത്തിനപ്പുറത്താണ് 90-ന് മുകളിലൊരു സീറ്റ് നില UDFന് വന്നിരിക്കുന്നത്. 100-നടുത്ത് 99 എന്ന വലിയ നമ്പറിലേക്ക്. പിന്നീട് നമ്മൾ കാണുന്ന തെരഞ്ഞെടുപ്പുകളിൽ 1, 2, 3, 4 തെരഞ്ഞെടുപ്പുകളിൽ, ഇത് 5ാമത്തെ 4-ണത്തിനപ്പുറത്താണ്, 4 തെരഞ്ഞെടുപ്പുകളിൽ അവരൊരിക്കൽ പോലും 75 സീറ്റ് തികച്ചിട്ടില്ല. 4-ൽ 3-ഉം പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷം 4-ൽ 3-ലും 90-ന് മുകളിൽ പോയി. 2006-ൽ 98, 2016-ൽ 91, 2021-ൽ 99. അതിൽ ഒരിടത്ത് 68ലേക്ക് ചുരുങ്ങി 2001-ൽ. ബാക്കി ഒരു സ്ഥലത്ത് പോലും 47, 41 കഴിഞ്ഞ 2 നിയമസഭകളിലെ അവരുടെ അംഗനില. 2006-ൽ 42ആയിരുന്നു UDFന്. അപ്പോൾ 75 എന്ന നമ്പറിലേക്ക് 4 ടേമായിട്ട്, എന്ന് വെച്ചാൽ 20 വർഷമായിട്ട് UDF എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പ്രബലമായ മറ്റേ മുന്നണി എത്തിയിട്ടേയില്ല. ഇതിനെയും മറികടന്നിട്ട് വേണം പോകാൻ. നമ്മൾ അവരുടെ നമ്പർ ഈ 4 വർഷത്തിനിടെ കണ്ട ഏറ്റവും കൂടിയത് ഉമ്മൻചാണ്ടി സർക്കാർ വന്ന 72 എന്ന നമ്പറിലേക്ക് എത്തിയാലല്ലേ, 71 എത്തിയാലേ ഇവർക്ക് അധികാരം കിട്ടും. അപ്പോൾ എല്ലാ മൂലക്കല്ലാണ്. അപ്പോൾ ഇതുപോലുള്ള സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ കെ സുധാകരൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇതെല്ലാം ഇപ്പം ഉപ്പിനെ ഉപ്പാക്കുന്ന ഉപ്പ് രസമാണെന്ന് പറഞ്ഞതുപോലെ
കോൺഗ്രസ് ആക്കുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ്. അതായത് ഇത്തരം വിമത പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി കാലത്തെ കുഴപ്പങ്ങൾ, തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരാട്ടം, ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു സവിശേഷമായുള്ള സാഹചര്യം. അല്ല, അവരാക്കുന്നത് അതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ദിവസങ്ങൾ അത്രമാത്രമേ ഉള്ളൂ. മനുഷ്യരുടെ ഉള്ളിൽ, അതായത് ഇപ്പോൾ കെ സുധാകരനോ ഇപ്പോൾ പെരുമ്പാവൂരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഈ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചേരി തിരിഞ്ഞിട്ട് ഒരു മനസ്സിലൊരു ഹൃദയൈക്യം ഇല്ലാതെ വരുമ്പോൾ ആ ഹൃദയൈക്യം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ വേണ്ട മിനിമം ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ. അവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അനുകൂലിക്കുന്നവരും വേറൊരാൾ അനുകൂലിക്കുന്നവരും എന്ന് പറഞ്ഞിട്ട് ചേരി തിരിഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വർത്തമാനം വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അയാൾക്കിട്ടൊരു പണി കൊടുക്കണമെന്നേ വിചാരിക്കും ആളുകൾ. അപ്പോൾ ഹൃദയൈക്യം ഉണ്ടാക്കുക, ഈ ഹൃദയൈക്യം ഉണ്ടായിരുന്നു. കാരണം 10 കൊല്ലം ഈ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള സമര പ്രക്രിയകളെല്ലാം ഒന്ന് ചേർന്നിട്ട് പിണറായി വിജയനെതിരായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള ശക്തിമത്തായിട്ടുള്ള വികാരം ഇവർക്ക് ആകെ തന്നെയുമുണ്ട്. അത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വരുമ്പോൾ അത് പതുക്കെ സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പോൾ അതവർ മനസ്സിലാക്കുന്നുണ്ടാകും, മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന്. അതുകൊണ്ടായിരിക്കണം കെ സി വേണുഗോപാൽ ഇദ്ദേഹത്തിനൊരു ഞാൻ മത്സരിക്കാൻ പറ്റുമായിരിക്കും എന്നൊരു പ്രതീക്ഷ എൽദോസ് കുന്നപ്പള്ളിക്ക് വരുന്നത്. അലോഷ്യസ് സേവറിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അലോഷ്യസ് സേവറിനെ വിളിച്ചു, കെ സി വേണുഗോപാൽ തന്നെയും വിളിച്ചിട്ട് സീറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം അവരുടെയും മനസ്സിലുണ്ട്, ഇത് പ്രശ്നങ്ങൾ വലുതാകാതെ പോകണമെന്ന്. പിന്നെ അലോഷ്യസ് സേവറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അയാൾ മത്സരിക്കാൻ അർഹതയുള്ള ഒരാളാണ് ഈ അലോഷ്യസ് സേവർ എന്നാണ്. അദ്ദേഹം നമ്മൾ സമീപകാലത്ത് കണ്ട കെ എസ് യുവിനെ നന്നായിട്ട് ഉണർത്തിയൊരു പ്രസിഡൻ്റാണ് ഒന്ന്. രണ്ടാമത്തേത്, ഈ ഒടുവിലത്തെ കാലത്ത് ഈ കോൺഗ്രസ് പ്രതിപക്ഷം ആകപ്പാടെ നടത്തിയ ഈ ലീഗലായിട്ടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അതിനകത്തൊരു വിജയം ഉണ്ടാക്കിയെടുത്ത ഏക ആൾ അലോഷ്യസാണ്. അലോഷ്യസ് മാത്രമല്ല, ഇവിടുത്തെ എറണാകുളത്തൊരു കെ എസ് യു നേതാവ് കൂടെയുണ്ട്. പക്ഷേ ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് ആദ്യം സർക്കാരിനെതിരായിട്ട് വന്നില്ലേ ഒരു വിധി, പിന്നീടത് റദ്ദാക്കപ്പെട്ടു. പക്ഷേ ആദ്യം അനുകൂലമായിട്ട് വന്ന വിധി ഉണ്ടാക്കിയത് അലോഷ്യസ് സേവറിൻ്റെ നിയമപരമായിട്ടുള്ള ഇടപെടലാണ്, കെ എസ് യുവിൻ്റെ. അപ്പോൾ കെ എസ് യു എന്ന നിലക്ക് പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രതിപക്ഷ സ്വരമൊക്കെ ആയിട്ട് വന്ന, അതിൻ്റെ മിനിമം ലെവലിലാണെങ്കിലും വന്ന ഒരാളാണ് അയാൾക്ക് സീറ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ പ്രശ്നം, അതായത് എല്ലാ കല്ലുകളും മൂലക്കല്ലുകളാണ് എന്ന കാര്യം കോൺഗ്രസ് ലീഡർഷിപ്പിനും അറിയാം. അവർ ആ തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലത്. ഇത്രയധികം ശബ്ദങ്ങൾ, അതായത് എതിർ ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോഴും വി ഡി സതീശൻ എപ്പോഴും പറയുന്നത് ടീം UDF എന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു സത്യത്തിൽ. ഈ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹം ടീം UDF എന്ന നിലയിലേക്ക് ഈ മുഴുവൻ സംവിധാനത്തെയും കൊണ്ടുപോകാമെന്ന് അദ്ദേഹം അത്രയധികം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 ബൈ ഇലക്ഷൻ, ഒരു ലോക്സഭ, ഒരു തദ്ദേശം, ഇതൊക്കെ കഴിയുമ്പോഴത്തേനും ഇതിലൊക്കെ വലിയ തിളക്കമാർന്ന വിജയം തന്നെ സത്യത്തിൽ കോൺഗ്രസ് നേടിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ നിലപാടുള്ള ഒരു കോൺഗ്രസ് താരം, ഒരു നേതൃത്വം എന്ന നിലയ്ക്കൊക്കെ നമ്മുടെ സമൂഹം പല ഘട്ടങ്ങളിലുള്ള പല തട്ടുകളിലുള്ളവർ തന്നെ അംഗീകരിച്ചിരുന്നു. ഈ ഒരു കോൺഫിഡൻസിലാണ് അദ്ദേഹം പുതിയ യാത്രയും നടത്തിയിട്ട് ആ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഒരു പട്ടിക രൂപപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു പോയിരുന്നത്. ആ പട്ടികയെ അങ്ങോട്ട് പോയത്. എന്നിട്ട് അതിൽ മാത്രമല്ല, അതിൽ സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിൽ ജാതി സമവാക്യങ്ങൾ ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പിന്നെ യൂത്തിൻ്റെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇങ്ങനൊരു പട്ടികയും കൊണ്ടാണ് പോയത്. അതിൽ ഉദാഹരണങ്ങൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഔദ്യോഗിക വാഹനം പോലും ഒഴിവാക്കിയിട്ടാണ് ഇവിടെ സഭാ ആസ്ഥാനത്ത് എത്തിയിരുന്നത്. അന്ന് അദ്ദേഹം അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം ആ തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ടയർ കംപ്ലൈൻ്റ് ആയിരുന്നു കാറിൻ്റെ എന്നുള്ളത്. പക്ഷേ അപ്പോഴും അദ്ദേഹം അത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ഒരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ, ഒരു ലക്ഷ്യം ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഉറപ്പിച്ച് തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോയത്. കബിക്കാടിനടക്കം സീറ്റ് വാഗ്ദാനം ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെയായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. അപ്പോൾ അലോഷ്യസിനോട് അദ്ദേഹത്തിന് ഒരു അലോഹ്യം ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു അണ്ടർ പെർഫോമൻസ് എന്ന നിലയ്ക്ക് അദ്ദേഹം ഈ കാര്യങ്ങളെ വിലയിരുത്തിയിരുന്നു. അവരുടെ ജൻസി യാത്രയെ അടക്കം പൂർണ്ണമായും പിന്നെ അവഗണിക്കുന്ന രീതിയിലൊക്കെ സതീശൻ പെരുമാറിയിരുന്നു. അതൊക്കെ ഉള്ളതാണ്. എങ്കിലും അവിടെ പക്ഷേ KC അലോഷ്യസിനായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ ടീം UDF എന്ന് പറയുന്നിടത്ത് ടീം UDF KC വേണുഗോപാൽ, ടീം UDF രമേശ് ചെന്നിത്തല, ടീം UDF വി ഡി സതീശൻ എന്ന നിലയിൽ വരുന്നത്. അവിടെയാണ് ഈ പാളുന്നത്. ഈ പട്ടിക അദ്ദേഹം ഈ യാത്രയിൽ ഉടനീളം ഉണ്ടാക്കിയെടുത്ത ഈ പട്ടികയും കൊണ്ട് അദ്ദേഹം CECക്ക് മുന്നിലോ ഹൈക്കമാൻഡിന് മുന്നിലോ പോയിട്ട് അദ്ദേഹത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ഇത് മുഴുവൻ അംഗീകരിച്ചെടുപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കൂടിയ നിരാശകൾ മുഴുവൻ അദ്ദേഹത്തിനുണ്ട്. അപ്പോഴും സനീഷ്, ഞാനത് വിചാരിക്കുകയാണ്, ഈ ആദ്യഘട്ട പട്ടിക കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നത് വി ഡി സതീശൻ മുന്നോട്ട് വെച്ച പട്ടികയും കൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഉയരുന്ന തലത്തിലേക്കുള്ള ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആവരുത് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു കരുതൽ ചെന്നിത്തലയുടെ വശത്തു നിന്നും KC വേണുഗോപാലിൻ്റെ വശത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അതാണ് ആദ്യ പട്ടികയിൽ കണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 55
പ്രഖ്യാപിച്ചതിൽ 19 ആളും രമേശ് ചെന്നിത്തലയുടെ ഉറച്ച അനുയായികളായിരുന്നു. അതിൽ തന്നെ 10 താഴെ മാത്രമേ വി.ഡി. സതീശന് ഉറപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കെ.സി. വേണുഗോപാൽ MLA-മാരെ കൂടെ നിർത്തണമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേൾക്കുകയും ചെയ്തു. ഇനി ഈ പുതിയ യാത്രേൻ്റെ സമയത്ത് തന്നെ ഞാൻ ടീം രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് വെറുതെയല്ല. അദ്ദേഹം കോട്ടയത്ത് പുതിയ യാത്രയുമായി പോകുന്ന സമയത്ത് തന്നെ സമാന്തരമായി രമേശ് ചെന്നിത്തല ഒരു യാത്ര നടത്തുന്നുണ്ട്. അത് സഭാസ്ഥാനത്ത് പോയിരുന്നു, അദ്ദേഹം യാക്കോബായ സഭയുടെ അടുത്ത് പോയിരുന്നു, ഓർത്തഡോക്സ് സഭയുടെ അടുത്ത് പോകുന്നു, NSS ആസ്ഥാനത്ത് പോകുന്നു. അദ്ദേഹം ഉറപ്പിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ MLA-മാരെ ഉറപ്പിക്കുന്നത് പോലെ അദ്ദേഹം കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. കെ.സി. വേണുഗോപാലും മത്സരിക്കുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മത്സരിക്കുന്നില്ലോ നമുക്ക് അറിഞ്ഞുകൂടാ, ബാക്കി രണ്ടാം ഘട്ട പട്ടിക വരുമ്പോൾ അറിയാം. എങ്കിൽ പോലും MP-മാർ മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കണം. ഇവർ 3 പേരും ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യഘട്ട പട്ടികയിൽ സത്യത്തിൽ ഇത്രയധികം പൊട്ടിത്തെറികൾ വരാനിടയായിരിക്കുന്നത് ഈ 3 ടീം വർക്ക് ചെയ്തതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വി.ഡി. സതീശൻ്റെ പട്ടികയാണെങ്കിൽ അദ്ദേഹം പലതരത്തിലുള്ള പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പട്ടികയായിരുന്നു അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അദ്ദേഹത്തെ എളുപ്പത്തിൽ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിന്നുള്ള ഒരു കരുതൽ തീർച്ചയായും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഈ പട്ടികയിൽ എടുത്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോൺഗ്രസിനകത്തെ അസ്വാരസ്യങ്ങൾ തീരുന്നില്ല എന്ന കാഴ്ചയാണ് കേരളത്തിലുടനീളം നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കങ്ങൾ പതിവുള്ളതാണെങ്കിലും ഇത്തവണ അത് ഒരു പടി കൂടി കടന്ന് എന്ന് വേണം കരുതാൻ. മുൻ KPCC പ്രസിഡന്റ് മുതൽ KSU സംസ്ഥാന പ്രസിഡന്റും DCC നേതാക്കളുമെല്ലാം ഇടഞ്ഞു നിന്നത് സാധാരണ പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിലാക്കാൻ മാത്രമേ ഉപകരിക്കൂ. നമ്മൾ ഈ സംസാരിക്കുന്ന നേരം വരെ സ്ഥാനാർത്ഥി പട്ടിക മുഴുവനായി പുറത്തുവിടാൻ കോൺഗ്രസിനായിട്ടില്ല. ഇതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് വേണം തങ്ങൾക്ക് പ്രഖ്യാപിക്കാനെന്ന മട്ടിൽ BJPയും കാത്തിരിക്കുന്നുവെന്ന ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നുണ്ട്. സീറ്റ് കിട്ടാത്തവർ വരുമായിരിക്കും എന്ന പ്രതീക്ഷയാണത്രേ BJP സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാത്തത് എന്നാണ് ട്രോളുകൾ. പല സ്ഥാനാർത്ഥികൾക്കുമെതിരെ വിമതരും സജീവമായി തന്നെ രംഗത്തുണ്ട്. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് മടുത്ത കോൺഗ്രസിന് ഒട്ടും ഭൂഷണമല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തം. RDX ഒരു ഇടവേള കൂടി.